നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ക്ഷേത്ര ഉപചാരവും നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ ഉപചാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നമ്മൾ ശ്രീചക്രം വീട്ടിൽ വെച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ വീടുകളിലുണ്ടാവുന്ന അസ്വസ്ഥങ്ങൾ കൂടാനും അതേപോലെ വീട് മുടിഞ്ഞു പോകാനെന്നൊക്കെ പറയുന്ന കിംവദന്തികൾ കേൾക്കാറുണ്ട്. അതൊക്കെ സത്യമാണോ എന്നുള്ളത്. നമ്മുടെ ഇഷ്ടമൂർത്തിയെ നാം സ്വഗൃഹത്തിൽ ഉപചാരം ചെയ്യുന്നതും ക്ഷേത്രമൂർത്തിയെ ഉപചാരം ചെയ്യുന്നതിലും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാം കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്, കാരണം ശ്രീചക്രം വീട്ടിൽ വെച്ചാൽ, അതായത് ശ്രീചക്രമേരു നാം ഉപാസിച്ചാൽ വീട് മുടിഞ്ഞു പോകും, കുടുംബ അന്തരീക്ഷം പൂർണ്ണമായും വിഘടനമാവും എന്നൊക്കെ ഉള്ള കള്ള പ്രചരണങ്ങൾ നമ്മുടെ ഇടയിൽ വളരെ കൂട്ടമായി നടക്കുന്ന കിംവദന്തികളാണിത്. ഇപ്പോൾ ശ്രീചക്രമേരു ഉപാസിച്ച് തുടങ്ങിയവർക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിഞ്ഞു വരുന്നു. ശ്രീവിദ്യ ഉപാസനയോ അല്ലെങ്കിൽ നവാരണ പൂജയോ ഒന്നും കൂടാതെ വളരെ ലളിതമായിട്ട് നമുക്ക് വീട്ടിലെ ഇഷ്ടമൂർത്തിയോട് തോന്നുന്ന സ്നേഹവും വാത്സല്യത്തോടെ ഉപചരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധികൾ, മാറ്റങ്ങൾ, ഉയർച്ചകൾ, ഇത് നിങ്ങളെല്ലാവർക്കും ഒരു അത്ഭുതമാവുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആദ്യമൊക്കെ പേടിയായിരുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല മാറ്റങ്ങൾ എൻ്റെ കൂട്ടുകാർ ഈയിടെയായിട്ട് തന്നെ അറിഞ്ഞിരിക്കും. അപ്പോൾ അത്രയും സിമ്പിളാണ്. അതായത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തത്വങ്ങളിലൊന്നാണ് ശ്രീചക്രമേരു പൂജ, ശ്രീവിദ്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കലിയുഗത്തിൽ ശ്രീചക്രത്തിന് ഉപചരിക്കാൻ പ്രത്യേകത്തിൽ തന്ത്രമായിട്ടോ മന്ത്രങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മുദ്രകളായിട്ടോ നമുക്ക് ആവശ്യം വരുന്നില്ല. നമ്മുടെ മനസ്സിൽ എന്തു തോന്നുന്നു ഭഗവാനിൽ പരി അതങ്ങോട്ട് സമർപ്പിക്കുക, അതും പൂർണ്ണ മനസ്സോടെ. ഇനി നമുക്ക് ക്ഷേത്ര ഉപചാരവും നമ്മുടെ സ്വഗൃഹത്തിൻ്റെ ഉപചാരവും തമ്മിലുള്ള വ്യത്യാസം. ക്ഷേത്ര ഉപചാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് ഭഗവാനെ സൂര്യമണ്ഡലത്തിൽ നിന്ന് ആവാഹിക്കുകയും സായാഹ്നം ചന്ദ്രമണ്ഡലത്തിലേക്ക് വിസർജനം ചെയ്യുന്നു. അവിടെ പൂർണ്ണമായിട്ടും കോസ്മിക് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ സ്വഗൃഹത്തിൽ ശ്രീചക്രത്തിൽ നാം നമ്മുടെ മനസ്സിൽ നിന്നുമാണ് നമ്മുടെ ഇഷ്ടമൂർത്തിയെ ആവാഹിച്ച് ശ്രീചക്രത്തിലേക്ക് ആവാഹിക്കുന്നു. നമ്മുടെ ഉപാസന കഴിഞ്ഞിട്ട് തിരിച്ച് നാം നമ്മളിലേക്ക് ആവാഹിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, സൂര്യമണ്ഡലത്തിൽ നിന്നും ചന്ദ്രമണ്ഡലത്തിലേക്ക് വിസർജനം ചെയ്യുമ്പോൾ
അതിലെ കോസ്മിക് എനർജി പൂർണ്ണമായിട്ടും ആ വിഗ്രഹത്തിൽ, ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ഉണ്ടാകും, ചൈതന്യങ്ങളുണ്ടാവും. മറിച്ച് നാം സ്വഗ്രഹത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നാണ് ശ്രീചക്രത്തിലോട്ട് ആ ചൈതന്യത്തെ ആവാഹിക്കുന്നത്. തിരിച്ച് നാം നമ്മുടെ ശരീരത്തിലെ ആവാഹിച്ചു കഴിയുമ്പോൾ അതിൽ ചൈതന്യം പൂർണ്ണമായിട്ടും ഉണ്ടാവുന്നില്ല. പിന്നെ ഒരു സംശയമുണ്ട്. ശ്രീചക്രം ഉപാസിക്കുന്ന ഉപാസകന് അവൻ്റെ കാലശേഷം മുൻതലമുറക്കാർ, പിൻതലമുറക്കാർ, ഇനി വരുന്ന തലമുറക്കാർ, അതായത് മോനോ മോളോ ആരുമായിക്കോട്ടെ, അവർ ടേക്ക് ഓവർ ചെയ്യാൻ സന്മനസ് കാട്ടില്ലെങ്കിൽ അവർക്കതൊരു പ്രശ്നമായിട്ട്, അവരുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമാവില്ലേ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അവിടെ അവർ ടേക്ക് ഓവർ ചെയ്തില്ലെങ്കിലും അതൊരു പ്രശ്നമാവുന്നില്ല. കാരണം നാം ഉപചാരം ചെയ്യുമ്പോൾ അതിനു മുമ്പായിട്ട് നാം നമ്മുടെ ഉള്ളിൽ നിന്നും ശ്രീചക്രത്തിലേക്ക് ആവാഹിക്കുന്നു ഉപാസനാമൂർത്തിയെ. ഉപാസനകളെല്ലാം കഴിഞ്ഞ് നാം ആ ഉപാസനാമൂർത്തിയെ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു. അതപ്പോൾ ആ ശ്രീചക്രത്തിൽ പൂർണ്ണമായിട്ടും എംപ്റ്റി ആണ്, സീറോ ലെവലാണ് ചൈതന്യം. അപ്പോൾ ആ ഒരു ചക്രം, ആ മേരു നമ്മുടെ മക്കള് ഉപാസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും അവർക്കതൊരു പ്രശ്നമായി വരുന്നില്ല. അഥവാ ഉപാസിച്ചാൽ അവർക്കത് ഉയർച്ചയുണ്ടാവും. ഉപാസിച്ചില്ലെങ്കിൽ അവർക്കൊരു ബാധ്യത ആവത്തില്ല. കാരണം അതിലെ ചൈതന്യം മൊത്തം നമ്മുടെ ഉള്ളിലാണ്. അതേസമയം ക്ഷേത്രത്തിലെ ചൈതന്യം അങ്ങനെ ആയില്ല. സൂര്യമണ്ഡലത്തിൽ നിന്നും നാം ആ ചൈതന്യം ആ വിഗ്രഹത്തിലോട്ട് കൊടുക്കുകയും എല്ലാ ഉപചാരവും കഴിഞ്ഞ സന്ധ്യയ്ക്ക് ചന്ദ്രമണ്ഡലത്തിലോട്ട് വിസർജനം ചെയ്യുന്നു. എന്നാൽ കോസ്മിക് എനർജി ആയതുകൊണ്ട് ആ വിഗ്രഹത്തിൽ എപ്പോഴും ചൈതന്യം ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ പൂജകൾ നടന്നില്ലെങ്കിൽ അതിൻ്റെ പരിണാമം വളരെ പരിതാപകരമായിരിക്കും. അതാണ് ക്ഷേത്ര ഉപചാരങ്ങളായിട്ടും നമ്മുടെ വീട്ടിലെ ഇഷ്ടദേവതാമൂർത്തിയുടെ ഉപചാരവുമായിട്ടുള്ള ബന്ധം, വ്യതിയാനം. ഇന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സ് എത്രത്തോളം ഭഗവാനിൽ അർപ്പിക്കുന്നു, അതും ഭയഭക്തിയല്ല. ഞാൻ നേരത്തെ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട്, എപ്പോഴൊക്കെ നാം ഉപചാരം ചെയ്യുന്നു വളരെ സിമ്പിളായിട്ട് സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ വേണം നാം ഉപചാരങ്ങൾ അർപ്പിക്കാൻ. അപ്പോൾ അവിടെ നമുക്കൊരു ഭയം വരുന്നില്ല. ഭഗവാൻ എന്ന് പറയുമ്പോൾ, ദേവി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്യാപ്പ് അവിടെ വരുന്നു. എന്നാൽ സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ എന്ന കൺസെപ്റ്റിലാണ് നാം ഉപചാരം ചെയ്യുന്നെങ്കിൽ നമുക്കവിടെ പൂർണ്ണമായിട്ടും ആ ഒരു ഗ്യാപ്പ് വരത്തില്ല. അതേസമയം നാം ഉപചാരം ചെയ്യുമ്പോൾ ഒരു ബാലഭാവത്തെ നാം ഉപചാരം ചെയ്യുന്ന പോലെ ആവുമ്പോൾ അവിടെ ഒരു വാത്സല്യം വരുന്നു, ഒരു സ്നേഹം അവിടെ ഉടലെടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യാൻ, അതിലേക്ക് പൂർണ്ണ മനസ്സ് നമുക്ക് അവിടെ ഇടാൻ സാധിക്കുന്നു. ഇന്ന് ഞാൻ ഉപചാരം ചെയ്യുമ്പോൾ നാളെ ഉപചാരം ചെയ്യുന്നു, അവിടെ ഒരു വ്യത്യാസം വരുത്തുവാൻ നാം ശ്രമിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരു പ്രത്യേകത എന്നുള്ള ഒരു തത്വത്തിലേക്ക് നാം മാറുന്നു. ഉപചാരം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും കോൺഫിഡൻസ് ലെവല് അതൊക്കെ നോക്കുമ്പോൾ ഉപചാരം ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും പൂർണ്ണ ഊർജസ്സോടെയുള്ള ഒരു മനസ്സും ശരീരവും അവന് വീണ്ടും കിട്ടും. ഓരോ വ്യക്തിയും ഉപചാരം ചെയ്യുമ്പോൾ ആ വ്യക്തികളിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് മുഖം തൊട്ട് അവൻ്റെ ശരീരത്തിൻ്റെ ഘടന വരെ പൂർണ്ണമായിട്ടും മാറുന്നു എന്നുള്ളതാണ് സത്യം. ഉപചാരം ചെയ്യുന്നതോടുകൂടി ഞാൻ പറഞ്ഞു, ഉപചാരം ഒരു പ്രധാന ഘടകം എങ്കിലും നാം ഉപചാരം ചെയ്യുന്നതോടുകൂടി പല തരത്തിലുള്ള അറിവുകളാണ് നാം അതിൽ നിന്നും പഠിക്കുന്നത്.
ഉപചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി സ്വയം ഭഗവാൻ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അമ്മ മുമ്പിലിരുന്ന് നമ്മുടെ ഉപാസനകൾ സ്വീകരിക്കുന്നു, ഉപചാരങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി, കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാതെ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല നാം ഇരിക്കുന്നു എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉപചാരത്തിന് പൂർണ്ണത കിട്ടത്തില്ല. നമുക്ക് എന്നും എപ്പോഴും മനസ്സിൽ ലോക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഉപചാരങ്ങളിലൂടെ നാം പൂർണ്ണമായിട്ടും ആ കോസ്മിക്കിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. ശിവോഹത്തിലേക്ക് എത്തുക, അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലെത്തുക, അതൊക്കെ ഉപചാരങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ടെത്താനാകുള്ളൂ. അതിനായി നാം പൂർണ്ണമായിട്ടും ഉപചാരങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ജോലികളും തിടുക്കങ്ങളും മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും അതിൽ നാം ലയിക്കുമ്പോഴാണ് ഉപചാരത്തിന് ഫലം നമുക്ക് കിട്ടുന്നത്. ശ്രീവിദ്യയോ അല്ലെങ്കിൽ നവാരണ പൂജയോ പഠിക്കാൻ സമയം കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറയാം, അത് വേണം. പക്ഷേ ഭഗവാന് ഫോർമാലിറ്റി അല്ല ആവശ്യം. സമർപ്പണ മനോഭാവത്തോടുകൂടി പൂർണ്ണമായിട്ടും ലയിക്കുക എന്നുള്ളതാണ് നാം എപ്പോഴും നമ്മുടെ മനസ്സിലിരുത്തേണ്ടത്. സ്തോത്രങ്ങളോ പഞ്ച സ്തോത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള അഷ്ടോത്തരമോ മന്ത്രമോ ഏത് ഭാവമെടുത്താലും നമുക്ക് അതിൽ പൂർണ്ണതയല്ല വരുന്നത്. നാം ഉപചാരം ചെയ്യുമ്പോൾ നാം സ്തോത്രങ്ങൾ വായിക്കുന്നു, പഞ്ചസൂക്തങ്ങൾ വായിക്കുന്നു, രുദ്രങ്ങൾ വായിക്കുന്നു. അപ്പോൾ നാം ആ വായിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്, ഭഗവാനിലല്ല. അപ്പോൾ ഉപചാരങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതു തരത്തിലുള്ള സൂക്തങ്ങളായാലും രുദ്രമായാലും അഷ്ടോത്തരമായാലും വായിക്കുക. ഉപചാര സമയത്ത് യാതൊരു തരത്തിലുള്ള മന്ത്രങ്ങളോ മുദ്രകളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും ആ സേവയിൽ നാം ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അതൊരു പുതിയ അറിവുകളിലേക്കാണ് കൊണ്ടുപോയത്. കാരണം നാമൊക്കെ വിചാരിച്ച അതിലും അതീതമായിട്ടാണ് ഭഗവാൻ വളരെ ലളിതമായിട്ട് ഭക്തർക്ക് ഇത്രയും ലളിതമായിട്ട് ഉപചാരങ്ങൾ ചെയ്യാൻ ഈ കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. എവിടെയൊക്കെ ആ ഉപചാരകൻ പോകുന്നു അവൻ അനുഭവപ്പെടുന്ന പോസിറ്റീവ് ഫീലിങ്സ്, പോസിറ്റീവ് വൈബ്രേഷൻ, ഏതൊരു കൂട്ടായ്മയിൽ പോകുമ്പോഴും ആ ഉപചാരകന് കിട്ടുന്ന ഒരു പ്രത്യേക ട്രീറ്റ്, ഒരു VIP ട്രീറ്റ്, അത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈച്ച പറക്കുന്ന ഒരു കടയിൽ കയറി നാം ചായ കുടിക്കുമ്പോഴും ആ സമയത്ത് എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്ന് അവിടെ ചായ കുടിച്ച് അപ്പോൾ അവിടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. അത് വേറൊന്നും കൊണ്ടൊന്നല്ല, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഉപാസനാമൂർത്തിക്ക് വശ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. നാം ഉപചാരം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശക്തികൾ, കോസ്മിക് പവേഴ്സ്
അത് നമ്മുടെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നാം ആവാഹിച്ച് സൂക്ഷിക്കുന്ന ആ ഉപാസനാമൂർത്തിയുടെ കഴിവാണ്. അതെന്നും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ചില സമയത്ത് നമുക്ക് അഹം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടം വെച്ചിട്ട് നമുക്ക് ആ ഉപാസനയുടെ ശക്തി ക്ഷയിക്കും. സ്വഭഗവാന്റെ ശക്തി സ്വഭഗവാന്റെ തന്നെ എന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സാണ് എപ്പോഴും വിജയിക്കുന്നത്. ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപാസകന് ദിനം പ്രതി അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന, ചുറ്റുവട്ടങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം പൂർണ്ണമായിട്ടും ആ ഒരു ദൈവീക തലം, അതായത് ഒരു ക്ഷേത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് അവൻ്റെ ഗൃഹത്തിന്, അവൻ്റെ ഗ്രഹം ആയി മാറുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എപ്പോഴും നാം നമ്മുടെ മനസ്സിൽ വിലയിരുത്തേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ, ആ ചൈതന്യത്തിൻ്റെ ശക്തിയെയാണ്. ഒരു വ്യക്തി എന്ത് വിചാരിച്ചാലും അത് നടക്കില്ല, അല്ലെങ്കിൽ അവിടെ പോയാൽ അത് സാധിക്കില്ല എന്ന ഒരു വ്യക്തിയാണ് ഉപചാരം ചെയ്യാൻ തുടങ്ങുന്നു എങ്കിൽ വെറും 1 മാസം വേണ്ട, ആ വ്യക്തി പൂർണ്ണമായിട്ടും പറയും അത് നടക്കും, അല്ലെങ്കിൽ ഇന്നടത്ത് പോയാൽ അത് സാധിക്കും എന്നുള്ളത്. കാരണം അത്രയ്ക്കൊരു മനോബലം അവനുള്ളിൽ ഉടലെടുത്തു എന്നുള്ളതാണ്. നാം പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നു, പലവരെയും നാം ചെന്ന് കാണേണ്ടിയിരിക്കുന്നു, പലവരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു, അഭിമാനം കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥ അവനുണ്ടാവുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ശ്രീചക്രം ഉപാസിക്കുന്നവർക്കൊക്കെ മനസ്സിലായി കാണും. ജാതകം തന്നെ അവനൊരു പ്രശ്നമല്ല എന്നുള്ളൊരവസ്ഥയിലാണ് കുണ്ടലിനി ഉപാസകന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ലെവൽ. നാം എല്ലാം ചിന്തിക്കുന്നതിലും ഉപരിയാണ് കോസ്മിക് എനർജിയുടെ ലീലാവിലാസങ്ങൾ. അത് അനുഭവിച്ച് ആസ്വദിക്കുന്നതാണ് ശരിക്കുമുള്ള ജീവിതം. ആ അനുഭവസ്ഥന്, ഒരു കുണ്ടലിനി ഉപാസകന്, ശ്രീചക്ര ഉപാസകന് അവൻ്റെ ശക്തികൾ ഓരോന്നായി ഇൻവോവൈക്ക് ആവുമ്പോൾ മറ്റുള്ള ഒരു വ്യക്തി അവനോടുന്ന ഓട്ടം, ജീവിതത്തിന് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഒരു കുണ്ടലിനി യോഗിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. കാരണം നാം എല്ലാം ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു, ഭഗവാൻ തന്നെ വിലീനമാകുന്നു എന്നുള്ളൊരവസ്ഥയിൽ നാം ജീവിക്കുകയാണെങ്കിൽ നമ്മളിലെല്ലാം വശ്യമായിത്തീരുന്നു. ഈ പറയുന്ന ഓട്ടം, ചാട്ടം അതൊന്നും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയും നാളായി ശ്രീചക്രോപാസന ചെയ്യുന്നു, എനിക്കൊരു ഫലവും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ. നാം ഉപാസിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ശ്രദ്ധ മാറ്റാൻ, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ഉപാസന സമയത്ത് എന്തൊക്കെ വന്നാലും നാം അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് ആ ഉപചാരങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കുമ്പോൾ ആ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടാക്കും. പിന്നെ വരുന്നത് മാനസപൂജ എന്നുള്ള കൺസെപ്റ്റാണ്. ദിവസവും നാം പൂജിക്കുന്നു. ചില സമയങ്ങൾക്ക് നാം, ഇപ്പോൾ കേരളത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഉപാസകന്
2-3 ദിവസത്തേക്ക് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ ഈ ശ്രീചക്രവും ഏന്തി അവിടം വരെ പോയി ഉപാസന അത് പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാം അവിടെ ഇരുന്നു കൊണ്ട് ഉപാസിച്ചാൽ അതിന് പൂർണ്ണതയാകും. എന്തെന്നാൽ നാം ഉപാസന കഴിഞ്ഞ് തിരിച്ച് നാം നമ്മുടെ ഉള്ളിലേക്ക് ആ ഈശ്വരനെ ആവാഹിച്ചിട്ടുണ്ട്. ഓൾറെഡി ഹീസ് വിത്ത് അസ്. സോ അത് നാം എപ്പോഴും അറിയണം. അത് നാം ബാംഗ്ലൂരിൽ പോയാലും ആ ഉപാസനാമൂർത്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഉപാസനാമൂർത്തിയെ നാം പഞ്ചോപചാരം ചെയ്ത് ആ ഉപചാരം എങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ, അതേപോലെ നാം മനസ്സാൽ ആ ഉപചാരം ചെയ്യുക. പിന്നെ ഈ ഉപചാരം ചെയ്യുന്ന വ്യക്തികൾ എന്തുകൊണ്ട് നമുക്ക് ഫലം കിട്ടുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ്, അതായത് നാം ഒരു വ്യക്തി നമ്മളെ പൂർണ്ണമായിട്ടും ശാസിക്കുന്നു, വഴക്കിടുന്നു, ഇല്ലാത്ത വേണ്ടാതീനമൊക്കെ പറയുന്നു. പക്ഷെ നാം അവനെ റിയാക്ട് ചെയ്യാതെ നമ്മുടെ മനസ്സാൽ അവനെ അസഭ്യം പറയാനും അവനെ കൊല്ലാനും അവനെ ചവിട്ടാനും എന്നുള്ളതെല്ലാം മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, അവിടെ ഞങ്ങൾ പാപികളായി. ശരിക്കും വഴക്കും വക്കാണവും കുത്തും അടിയും നടന്ന സെയിം മാർക്കാണ് മാനസപൂജ ചെയ്യുന്നവർക്കും. മാനസപൂജ എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും. ഇപ്പം നമ്മളെ ക്രൂരമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ച് അസഭ്യം പറയുകയാണെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം ഭഗവാൻ കാണും ഞാൻ റിയാക്ട് ചെയ്യുന്നത്, അപ്പം എൻ്റെ ശക്തികൾ കുറയും എന്നുള്ളതൊക്കെ. എന്നാൽ അവൻ മനസ്സാലെ അതിനാൽ ഡബിളായിട്ട് അസഭ്യം പറയുകയും അവനെ അടിക്കുന്നതായിട്ട് നാം മനസ്സാൽ വരിച്ചാൽ തന്നെ അത് നേരിട്ട് അടിച്ചതിന് തുല്യമാണ്, നേരിട്ട് അസഭ്യം പറയുന്നതിന് തുല്യമാണ്. എന്തെന്നാൽ നാം മാനസ പൂജ ചെയ്യുന്നത് സത്യമെങ്കിൽ ഇതും സത്യമാണ്. അവിടെ പാപങ്ങൾ വന്നു. അപ്പോൾ നാം ഉപചാരം ചെയ്യുമ്പോൾ ഈ പാപങ്ങൾ ആ ഉപചാരത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സ്, അതിൻ്റെ മാർക്ക് കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം പൂർണ്ണമായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ടത്. നാം ഉപചാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനസപൂജ ചെയ്യുമ്പോഴുള്ള ഈ വ്യക്തികൾ മാത്രമല്ല, നാം ആരെയും മനസ്സാൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അവനെ വേദനിപ്പിക്കാനോ അവനെ അസഭ്യം പറയാനോ അല്ലെങ്കിൽ തല്ലുന്ന ഒരു മാനസികമായിട്ടുള്ള നമുക്ക് വരിച്ചാൽ തന്നെ അവിടെ നാം അത് റിയാലിറ്റി ചെയ്ത പോലെയാകുന്നു. സോ ഇത് നാം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സത്കർമ്മത്തിന് ഫലം നമുക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് വോയിസ് മെസ്സേജ് ചെയ്യാം. അതിന് ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. കാരണം കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ ഇടയില്ല. കാരണം നിങ്ങൾക്കറിയാം, രാത്രി 8 മണിയായാലും ഇവിടെ വരുന്ന ക്ലയൻസ് നിങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ്. സോ അങ്ങനെ ഉള്ളപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അപ്രായോഗികമാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ച് ഞാൻ ഫോൺ കോൾ എടുക്കുകയാണെങ്കിൽ അവിടെ അപൂർണത ആണ്, പൂർണ്ണത വരില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൾ സൈലൻറ്റിലാക്കുന്നത്. കാരണം റേഡിയേഷൻ്റെ സമയത്ത് നമുക്ക് ഫോൺ കോളോ അവിടുത്തെ റേഡിയേഷൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. ഞാൻ ഇല്ലാത്ത ഉണ്ടെങ്കിൽ ഞാൻ അതിനു മുമ്പായിട്ട് തന്നെ ഇന്ന ദിവസങ്ങളിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായി. അല്ലാത്തതിലൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. എൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഫീസ് എത്രയാവും എന്നുള്ളത്.
ഇവിടെ വരുന്ന രോഗികൾ മാനസികമായാലും ശാരീരികമായിട്ടുള്ളായാലും ജന്മന അല്ലാത്ത ഏത് രോഗവും ഇവിടെ ആ ഉപാസനാമൂർത്തി ജഗദീശ്വരൻ്റെ പരമേശ്വരൻ്റെ കൃപയാൽ വെറും മിനിറ്റുകൾ കൊണ്ട് തന്നെ മാറുന്നു എന്നുള്ളതാണ്. അവിടെ ഞാൻ എന്ന ഒരു വ്യക്തിയുടെ ശക്തിയല്ല. അതുകൊണ്ട് തന്നെ എത്രയാകും ഫീസ് എന്ന് പറയാനും ഇന്നെത്രയാകും ഫീസ് എന്ന് പറയാനും എനിക്ക് ആവത്തില്ല. കാരണം കാശ് പോലും ഇല്ലാതെ ഓപ്പറേഷന് പോലും പോകാൻ പറ്റാതെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം സമ്പാദ്യമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും എൻ്റെ തന്നെ സോദരനായിട്ട് അല്ലെങ്കിൽ സോദരിയായിട്ട് ഞാൻ വരിക്കുമ്പോൾ അവർ തന്നെ എന്നോട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. അതുകൊണ്ട് നിങ്ങൾ വരിക. ആ ഉപാസനാ വലയങ്ങളിൽ നമ്മുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് മാറി ജീവിതത്തിൻ്റെ ആ പരമാനന്ദം പരമേശ്വരൻ നമുക്ക് തന്ന ഒരു ജീവിതത്തിൻ്റെ ഇപ്പോൾ അടുത്ത ജന്മം എന്താണെന്ന് നമുക്കറിയില്ല. ഈ ജന്മത്തിൽ ആ ആനന്ദം പൂർണ്ണമാതെ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ ഈ രോഗങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുമാറണം. എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും സ്വഗൃഹത്തിൽ എത്തിയ ആ ഒരു സ്വാതന്ത്ര്യം ഇവിടെ അനുഭവപ്പെടുന്നു. വന്ന എല്ലാവർക്കും അതിനുദാഹരണങ്ങളാണ്. കാരണം രോഗം എന്നുള്ളത് ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ സന്തോഷവും ഒരു വ്യക്തിയിൽ നിന്നും മാറ്റപ്പെടുന്നു. അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ 2 or 3 പ്രാവശ്യം വരേണ്ടി വരും. കാരണം ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു ബാലൻസ് നോക്കിയിട്ടാണ് റേഡിയേഷനും ആ കോസ്മിക് റേസും പോകുന്നത്. സോ ചിലവർക്ക് ഫസ്റ്റ് റേസിൽ തന്നെ മാറ്റങ്ങൾ കാണുന്നു, ചിലവർക്ക് 2 മാക്സിമം 3 ആ റേസിൽ നാം പോകുന്നു. മാത്രവുമല്ല ഒരു ഫീസ് എന്നുള്ളൊരു കൺസെപ്റ്റേ ഇവിടെ ഇല്ല. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. കാരണം ഞാനിവിടെ ഒരു ബിസിനസ് അല്ല നടത്തുന്നത്. അത് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. കാരണം ശിവം എന്നുള്ള തത്വം എല്ലാവരിലും എത്തിക്കുക, ശിവം എന്നുള്ള ഓം നമഃ ശിവായ എന്ന ആ ഒരു പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ എന്തൊക്കെ ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചൈതന്യം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് തന്നെ മാറ്റപ്പെടുന്നത്. പൂർണ്ണമായിട്ടും ശിവത്തിലേക്ക് വിശ്വസിച്ചവർക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം സംതൃപ്തി ഏകിത്തരുന്നു എന്നുള്ളതും ഇതിലും വലുത് എനിക്ക് പറയാനില്ല. സോ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.